ഗൗരിമോള് സ്കൂളിലേക്ക് പോകുമ്പോൾ ബാക്കിൽ വിക്രവും പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഗൗരിയുടെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്നെ വിടാൻ പേടിയുള്ളത് കൊണ്ടാണോ നിന്നെ ബോഡി ഗാർഡിൻ്റെ കൂടെ വിട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞ് കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് വിഷമമായിട്ട് വിക്രത്തിൻ്റെ അടുത്ത് പോയിട്ട് മോള് പറയുന്നുണ്ട്, എൻ്റെ വണ്ടീൻ്റെ ബാക്കിൽ നിങ്ങൾ വരണ്ട, പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ മോള് പിണങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ കൂട്ടിയിട്ട് പോയിട്ട് പുറത്ത് പോയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അന്നേരം വിക്രത്തെയും കൊണ്ടുവന്നിട്ട് അടുത്തിരുത്തുന്നുണ്ട്. ഇയാളെ കണ്ടാലല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ, ഇത് കഴിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വിക്രത്തെ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. മോള് അറിയാണ്ട് ഒരു ഉറുമ്പിനെ എടുത്തിട്ട് ഭക്ഷണത്തിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇതിൽ ഫുൾ ഉറുമ്പാണ്, ഞാൻ ഈ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ വേറെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും വിക്രത്തിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആമിയുടെ അച്ഛനൊന്ന് താഴെ വീണു, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ആമി നിൽക്കുന്നിടത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അച്ഛൻ വീണത് കണ്ടപ്പോൾ ആമിക്കും ഒരു തലചുറ്റലുണ്ടായിട്ട് ആളിപ്പോൾ മയക്കത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വിക്രം മോൾക്ക് ചപ്പാത്തി വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൗരിമോൾ പറയുന്നുണ്ട്, ഞാൻ ചപ്പാത്തി കഴിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയിൽ ഐസ്ക്രീം തേച്ച് കഴിച്ച് നല്ല ടേസ്റ്റാണ്, ഒന്ന് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൗരിമോൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത ശേഷം വിക്രം ഹോസ്പിറ്റലിലേക്ക് ആമിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആമി പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നൂടെ, എനിക്ക് ഇഷ്ടമുള്ളവർ അടുത്തിരുന്ന് പെട്ടെന്ന് ഭേദമാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വിക്രം ആണെങ്കിൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പരമാവധി നോക്കുന്നുണ്ട്. അപ്പോൾ വിക്രത്തിൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ആമിയുടെ അച്ഛൻ റൂമിലേക്ക് വരുന്നുണ്ട് മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടതും മെഡിസിൻ അവിടെ വെച്ചിട്ട് അങ്ങനെ പുറത്ത് പോയിട്ട് മാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവർ രണ്ടാളും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനൊരു ശല്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നു, ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മാഷിങ്ങനെ ആലോചിക്കുന്നുണ്ട് വേദയെക്കുറിച്ചിട്ടൊക്കെ. വിക്രം ഹോസ്പിറ്റലിൽ നിന്ന് സ്കൂളിൽ എത്തുമ്പോഴേക്കും വണ്ടി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ വണ്ടിയുടെ ബാക്കിൽ അങ്ങനെ പോകുന്നുണ്ട്. നോക്കുമ്പോൾ വീടെത്തിയതും മോളെ നോക്കുമ്പോൾ മോള് കയറിയിട്ടുണ്ടായില്ല. അങ്ങനെ സേതുലക്ഷ്മി വന്നിട്ട് വഴക്ക് പറയുന്നുണ്ട്, മോള് കയറിയോ ഇല്ലയെന്ന് നോക്കണ്ടേ, അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല, നിങ്ങളെ അതിനല്ലേ എവിടെ നിർത്തിയിരിക്കുന്നത്, പിന്നെ എന്താണ് ഇത്ര നേരം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സ്കൂളിലേക്ക് പോകുന്നുണ്ട്. സ്കൂളിൽ പോയിട്ട് അന്വേഷിക്കുമ്പോഴേക്കും മോളിങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ടാവും, ഞാൻ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സേതുലക്ഷ്മി ഗൗരിമോളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്, നിന്നെ ഒരുപാട് ലാളിച്ചത് കൊണ്ട് അങ്ങനെ വളർത്തി വഷളാക്കിയിരിക്കുകയാണ് നിൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട്. അതുകൊണ്ടിട്ട് വിക്രം പറയുന്നുണ്ട്, മോളെ വഴക്ക് പറയേണ്ട, അവളൊരു തമാശയ്ക്ക് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളെ ഞങ്ങൾ ശാസിക്കും, നീ അത് നോക്കേണ്ട ആവശ്യമില്ല, നീ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ പോയിട്ട് മോളെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്, വിക്രത്തെയും പറയുന്നുണ്ട്. വിക്രം മോളോട് ചോദിക്കുന്നുണ്ട്, എന്നെ ചമ്മുകനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറ്റിക്കപ്പെട്ടില്ലേ, അപ്പോൾ മോൾക്ക് ഒരുപാട് സന്തോഷമായില്ലേ, ഇനി മോള് പോയി പാല് കുടിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിട്ടാക്കുന്നുണ്ട്. മോൾ ഓടുന്നത് കണ്ടിട്ട് വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.